What's up, guys? It's me, Abel, and mommy. So, how are you guys doing? ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പ്ലേസിൽ നമ്മൾ വളരെ ശക്തമായൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ മാത്രം അനുഭവമാണ് ഞാൻ പറയുകയാണ്. നമ്മൾ നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളും വീട്ടിലെ നല്ല കാര്യങ്ങളും ഏത് കാര്യങ്ങളും നമുക്ക് ഒരുപാട് വർക്ക് പ്ലേസിൽ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പേഴ്സണൽ തിങ്സ് നമ്മൾ പ്രൈവറ്റായിട്ട് തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് മാത്രം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുമായിട്ട് മാത്രം ഷെയർ ചെയ്യുക. വർക്ക് പ്ലേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ജോബിൽ നല്ല ഫോക്കസ് ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് കണ്ട് സന്തോഷിക്കുന്നവർ ദുഃഖിക്കുന്നവർ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് മാത്രമാണ് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റി നമ്മൾക്ക് മെഡിക്കേഷനിലൊക്കെ എന്തെങ്കിലും ഇററോ എന്ത് സംഭവിച്ചാലും അത് നമ്മൾക്ക് മാത്രമാണ് അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടത്. മറ്റുള്ളവർക്ക് അതൊരു കഥ മാത്രമാണ്. നമ്മൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതൊക്കെ ഒരു കഥയായിട്ട് അവർക്ക് കുറച്ച് ദിവസം 2 ദിവസം പറയുന്നത് കഴിഞ്ഞാൽ വേറൊരു കഥ കിട്ടാൻ കാത്തിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ പുതിയ ജനറേഷനോട് പറയാനുള്ളത്, നമ്മൾ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്നവരൊക്കെ ഏത് നാട്ടിൽ ചെന്ന് ജോലി ചെയ്താലും മെഡിസിൻ രോഗികളുമായിട്ടുള്ളതാണ്. അപ്പോൾ മെഡിസിൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇററും വരാൻ പാടില്ല. കാരണം രോഗികൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ മെഡിസിൻ മാറി കൊടുക്കുകയോ അല്ല ഒരു രോഗിയുടെ മരുന്ന് വേറൊരാൾക്ക് കൊടുക്കുകയോ അതൊക്കെ വളരെ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. അത് വളരെ ഫോക്കസ് ചെയ്ത് മരുന്നും പിന്നെ കമ്പ്യൂട്ടറിലുള്ള മരുന്നുമായിട്ട് കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെൻറ്റേഷനിൽ മരുന്ന് കൊടുത്തിട്ടുണ്ടോ അതേ മരുന്ന് തന്നെയാണോ ഈ ഫാർമസിയിൽ നിന്ന് അയച്ചിരിക്കുന്നത്, എക്സ്പയറി ഡേറ്റ് എല്ലാം കൃത്യമായിട്ട് നോക്കി വളരെ ശ്രദ്ധാലുക്കരിക്കണം. അതല്ലേ ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒന്നും താല്പര്യമില്ല. നല്ല റിസ്ക്കുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും രോഗികളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നല്ല റിസ്ക്കുള്ളതാണ്. അപ്പം നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള ഒരു മേഖലയല്ല. ആരും ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറുമല്ല. അങ്ങനെ എടുക്കാത്തവരാണ് വേറെ രീതിയിലുള്ള ജോലിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ഹെൽത്ത് കെയർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് നേഴ്സുമാർക്കാണ്. ഇവിടെ കാനഡ, അമേരിക്ക, USA ഒക്കെ വന്നു കഴിഞ്ഞാൽ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ നല്ല റിസ്ക്കുണ്ട്. എന്തെങ്കിലും മെഡിക്കേഷൻ എററോ അക്കൗണ്ടബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും സത്യസന്ധ രീതികളൊന്നും ഇല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ പിടിച്ചു നിൽക്കാൻ നല്ല പാടാണ്. ആ മേഖലയിൽ ജോലി ചെയ്യണമെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ എയ്ഡ് അങ്ങനെയുള്ള മേഖലയൊന്നും അത്ര റിസ്ക് ഉള്ളതല്ല. അത് ഫിസിക്കലായ ഒരു ഹാർഡ് വർക്കാണ്. അവർക്ക് അത്രയും റിസ്ക് വരുന്നില്ല. പക്ഷെ മെഡിക്കേഷൻ മരുന്ന് കൊടുക്കുകയും പരിപാടികളൊക്കെ നല്ല റിസ്ക്കുള്ള ജോബാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടിയേ ചെയ്യേണ്ടതും. അത് ആര് സംസാരിക്കാൻ വന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കരുത്. പലരും സംസാരിച്ച് നമ്മുടെ ശ്രദ്ധയെ വിടാൻ ശ്രമിച്ചാൽ പ്രൊഫഷണലായിട്ട് തന്നെ നമ്മുടെ ജോലിയിലാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ജോലിയിൽ ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ആരും കൂടെ കാണത്തില്ല. അതിന് മിനിസ്ട്രിയിലേക്കാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. നമ്മൾ ഒത്തിരിയും ബാധിക്കപ്പെടും. നമ്മുടെ ഇവിടെ ഒന്നും ജോലിക്ക് സെക്യൂരിറ്റി ഇല്ല. ഈ കാനഡ മറ്റു രാജ്യങ്ങളെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ജോലിക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു ഗ്യാരൻറ്റി ഇല്ല ഇവിടെ. മീൻസ് എന്നാന്ന് വെച്ചാൽ ഏത് നിമിഷവും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം ഫയർ ചെയ്ത് വിടും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നമ്മൾ നല്ല സ്ട്രോങ്ങും ഫോക്കസ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. നമ്മളതിൽ എന്തെങ്കിലും ഒരു പിഴവ് വരാൻ കാത്തിരിക്കുന്ന അടുത്ത ആൾ കയറാൻ ആ പൊസിഷനിലേക്ക് അതിനുവേണ്ടി കണ്ണു നട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നതെന്ന് ഓർക്കണം. കഴിവും കണ്ണുകളെന്ന് പറയും പോലെ വൺസ് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ട്രസ്റ്റ് യുവർ സെൽഫ്. അതാണ് എൻ്റെ പോളിസി ഇപ്പോൾ. കാരണം നമ്മൾ ഒത്തിരി ആത്മാർത്ഥതയും പല കാര്യങ്ങളും ചെയ്താലും നമ്മൾ ഒന്നൊരു കണ്ണ് തെറ്റിപ്പോയാൽ കാര്യങ്ങൾ മാറും. മെഡിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. മൈൻഡ് നല്ല ഫോക്കസ്ഡ് ആയിരിക്കണം. അതാണ് ഫോക്കസ്ഡ്. അത് വെരി
ഇമ്പോർട്ടൻ്റ് മാറ്റമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.